ദൈവനാമത്തിന് മഹത്വം. നിശ്ചയ ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബൈബിൾ ക്വിസ് നടത്തുവാനായിട്ട് സാധിച്ചില്ല. അപ്ലോഡ് ചെയ്തുവെങ്കിലും അത് പബ്ലിക് ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായില്ല. ഒരു യാത്രയിലായിരുന്നു. അത് കാരണം ആ ബൈബിൾ ക്വിസ് ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നലത്തെ ബൈബിൾ ക്വിസ് ഇന്ന് നടത്തുകയാണ്. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ചില പ്രിയപ്പെട്ടവർ ചില സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി, ഉത്തരം അയക്കേണ്ടത് എവിടെയാണെന്ന്. നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെയാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും റഫറൻസ് ആവശ്യമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഒരുമിച്ച് അയക്കുവാനായിട്ടും എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ സങ്കീർത്തനങ്ങൾ 51 മുതൽ 100 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: സ്വർഗം സ്തുതിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഇതാണ്: സ്വർഗം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ അവൻ്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. സങ്കീർത്തനം 89:5. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവം ഒറ്റത്തവണ പറഞ്ഞത് 2 പ്രാവശ്യം കേട്ട വ്യക്തി ആരാണ്? ഉത്തരം ഇതാണ്: ബലം ദൈവത്തിനുള്ളതെന്നാണ് ദൈവം പറഞ്ഞത്. കേട്ടത് ദാവീദാണ്. സങ്കീർത്തനങ്ങൾ 62:11. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കണ്ടുപിടിച്ചതൊന്ന്, സാധിച്ചത് മറ്റൊന്ന്. ഇതിൻ്റെ ഉത്തരം ഇതാണ്: ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിച്ചു, സൂക്ഷ്മസൂത്രം സാധിച്ചു. സങ്കീർത്തനം 64:6. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവം അത്ഭുതം ചെയ്ത ഇടം ഏതാണ്? ഉത്തരം ഇതാണ്: സോവാൻ വയലിൽ. സങ്കീർത്തനങ്ങൾ 78:42. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: സങ്കീർത്തനം 80 മുതൽ 100 വരെയുള്ള അധ്യായങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാരുള്ള സങ്കീർത്തനം ഏതാണ്? എത്ര പേരാണ്? പല പ്രിയപ്പെട്ടവർ ഈ എത്ര പേരെന്നുള്ളത് ശ്രദ്ധിക്കാഞ്ഞതാണോ കേൾക്കാഞ്ഞതാണോ എന്നറിയില്ല. പല പ്രിയപ്പെട്ടവർ 84-ാം സങ്കീർത്തനം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എത്ര പേരെന്നുള്ളതിന് ഉത്തരം എഴുതിയിട്ടില്ല. അപ്പോൾ ആ ഉത്തരം പൂർണ്ണമാകില്ല. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം മാത്രം ഉത്തരം അയക്കുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് 84-ാം സങ്കീർത്തനമാണ്. 3 പ്രാവശ്യമാണ്. 84-ാം സങ്കീർത്തനം 4-ാം വാക്യം, 5-ാം വാക്യം, 12-ാം വാക്യം. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: 4 അക്ഷരമുള്ള ഒരു വാക്ക് പ്രതിഫലമുള്ളവനിതിൽ സന്തോഷമുണ്ട്. ഉത്തരം ഇതാണ്: 4 അക്ഷരമുള്ള വാക്ക് പ്രതിക്രിയ. പ്രതിഫലമുള്ളത് നീതിമാൻ. സങ്കീർത്തനങ്ങൾ 58:10-11 വാക്യങ്ങൾ നാം ആ സങ്കീർത്തനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്: നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കുമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം തയ്യാറാക്കിയത്. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: മുന്തിരിവള്ളിയെ മാന്തിക്കളയുന്നത് എന്താണ്? ഉത്തരം ഇതാണ്: കാട്ടുപന്നി. സങ്കീർത്തനം 80:13. നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയുത്തരം അയച്ച 10 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം അയച്ചത് സിസ്റ്റർ സൂസമ്മ തോമസ് ആണ്. പക്ഷെ ഉത്തരം കംപ്ലീറ്റ് അല്ല. ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ജിൻസി SL. രണ്ടാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ LC ബോബസ്. മൂന്നാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഗീത വർഗീസ്. നാലാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ അനിത കെ ദാനിയേൽ. അഞ്ചാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ എലിസബത്ത് സാം. ആറാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബിനി മനോജ്. ഏഴാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സാലി ജോസഫ്. എട്ടാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിധി തോമസ്. ഒൻപതാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സാലി കോശി. 10ാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീജ സിംഗ്. ഇത്രയും പേരാണ് ആദ്യം ശരിയുത്തരം അയച്ച് ആദ്യ 10 സ്ഥാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ ബൈബിൾ ക്വിസിൽ അനേകം പുതിയ പ്രിയപ്പെട്ടവർ വളരെ ഉത്സാഹത്തോടുകൂടി പങ്കെടുക്കുന്നുണ്ട്. ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്കിത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ദൈവവചനം പഠിക്കുവാൻ അവർക്കും പ്രയോജനപ്പെടട്ടെ. ഉത്തരങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.
വിജയികളെ എല്ലാവരും കണ്ടല്ലോ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ സങ്കീർത്തനങ്ങൾ 101 മുതൽ 150 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നത് ആരെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നത് ആരെയാണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മടുത്തിരിക്കുന്നത് എന്താണ്? മടുത്തിരിക്കുവാനുള്ള കാരണം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: മടുത്തിരിക്കുന്നത് എന്താണ്? മടുത്തിരിക്കുവാനുള്ള കാരണം എന്താണ്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: സൃഷ്ടികളെല്ലാം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: സൃഷ്ടികളെല്ലാം എന്താണ്? നാലാമത്തെ ചോദ്യം ഇതാണ്: ഒരു മനുഷ്യാവയവവും ഒരു ആയുധവും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഒരു മനുഷ്യാവയവവും ഒരു ആയുധവും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: സ്വന്തം ദേശമല്ലാത്തയിടത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ചോദ്യം ഒരിക്കൽ കൂടി: സ്വന്തം ദേശമല്ലാത്തയിടത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ആറാമത്തെ ചോദ്യം ഇതാണ്: ഒരു വാക്യത്തിൽ 2 കാര്യങ്ങൾ ഒളിച്ചു വെച്ചതായി പറയുന്നുണ്ട്, എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഒരു വാക്യത്തിൽ 2 കാര്യങ്ങൾ ഒളിച്ചു വെച്ചതായി പറയുന്നുണ്ട്, എന്താണ്? ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഓർക്കുന്നത് എന്ത്? ചിന്തിക്കുന്നത് എന്താണ്? ഇതും ഒറ്റ വാക്യത്തിൽ തന്നെ കാണുന്നതാണ്. ഒരു ചോദ്യം ഒരിക്കൽ കൂടി: ഓർക്കുന്നത് എന്ത്? ചിന്തിക്കുന്നത് എന്താണ്? ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.